ഹായ് ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുടുമോൻ എന്താ അങ്ങോട്ട് തിരിഞ്ഞിരിക്കണേന്നൊന്നും നോക്കണ്ട. സുടുക്കൂട്ടന്റെ മൂഡിൽ ഇരിക്കണതാണ് കേട്ടോ. ഞാനിപ്പോ എന്തായാലും ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ചിട്ട് സുടുമോനും ഇങ്ങോട്ട് തിരിച്ചിരുത്തിയിട്ടൊന്നും വീഡിയോ എടുക്കല് നടക്കില്ല. അപ്പൊ പിന്നെ സുടുക്കൂട്ടന്റെ ഇഷ്ടത്തിന് തന്നെ ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഇങ്ങനെ എടുക്കണത്. ഇന്നലെ എന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈവ് ഒന്നും കയറാനായിട്ട് പറ്റിയില്ല. ഇന്നലെയൊക്കെ ഭയങ്കര വാശിയായിരുന്നു കേട്ടോ. അതാണ് ഈ പറഞ്ഞ പോലെ നമുക്ക് വീഡിയോയിലും ഒന്നിനും വരാനായിട്ട് അങ്ങനെ പറ്റണില്ല. പിന്നെ സുടുമോനെ ഇരുന്ന് ഗുസ്തി പിടിച്ചിരിക്കണം. ലൈവ് വരുമ്പോൾ വരാൻ എനിക്ക് ഭയങ്കര ടെൻഷനാ. ഈ സുടുമോനെ എന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ കാണിക്കുന്നൊന്നും അറിയില്ലല്ലോ. ഇപ്പതേ കവറൊക്കെ പിടിച്ചിരുന്ന് ഭയങ്കര കളിയൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോ ഇന്ന് വീഡിയോയിൽ വന്നിട്ട് വേറെ ഒന്നല്ല, നാളെ സുടുമോനെയും കൊണ്ട് ഞങ്ങള് പാലക്കാട് ഒരു അമ്പലത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. പാലക്കാട് ചിറ്റൂര്. അപ്പോൾ യൂട്യൂബിൽ നിന്ന് തന്നെ ഒരു പരിചയപ്പെട്ട ഒരാള് ഞങ്ങളോട് ഇങ്ങനെ പറഞ്ഞു, ഇതും കൂടി ഒന്ന് പരീക്ഷിക്കുന്നു പറയണേ. കുറേ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങിയതല്ലേ. അപ്പൊ ഈ അമ്പലത്തിലും കൂടി ഒന്ന് പരീക്ഷിക്കുക. എന്തെങ്കിലും അപസ്മാരൊക്കെ മാറാനുള്ള ഒരു സാധ്യതയുണ്ട്. അവിടത്തെക്കാരുടെ ഒരു വിശ്വാസം എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് ആ വീഡിയോ ലിങ്ക് ഇതെല്ലാം ഷെയറൊക്കെ ചെയ്ത് തന്നു. അപ്പൊ ഞാൻ ആ വീഡിയോ ഒക്കെ കണ്ടപ്പോൾ എനിക്കും ഒരു ചെറിയൊരു വിശ്വാസം തോന്നി. അപ്പൊ അതിന്റെ പേരിൽ ഞാനും ഒന്ന് അവിടെ പോവാന്ന് വിചാരിച്ചു സുടുമോനെയും കൊണ്ട്. അപ്പൊ ഞങ്ങള് നാളെ പോവാന്നാണ് വിചാരിച്ചേക്കുന്നത്. നമുക്ക് ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യണം എന്നല്ല പറയണത്. അപ്പൊ നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ സുടുക്കൂട്ടന്റെ കാര്യങ്ങളെല്ലാം വൈകും. അപ്പൊ നാളെ ഞങ്ങളപ്പോ അങ്ങോട്ടേക്ക് പോവാന്നൊക്കെ വിചാരിച്ച് നിൽക്കാണ്. എവിടെ കൊണ്ടാ മാറണേന്ന് വെച്ച് കഴിഞ്ഞാൽ മാറി കിട്ടിയാൽ മാത്രം മതി. അതാണ് ആകെ ഒരു മനസ്സിനൊരു, അമ്പലത്തേക്ക് പോകുമ്പോ തന്നെ നമ്മുടെ മനസ്സിലൊരു എന്താ പറയാ, ഭയങ്കര ഒരു സുടുക്കൂട്ടനെ കൊണ്ടുപോകാനൊക്കെ ആയിട്ട് തൊഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാലും ഞാൻ അത്രയും റിസ്ക് എടുത്തിട്ട് ഞാൻ സുടുക്കൂട്ടനെ കൊണ്ടുപോവാണ് നാളെ. പോയി ഒന്ന് തൊഴിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ. എവിടം കൊണ്ടാ മാറാന്ന് വെച്ച് കഴിഞ്ഞാൽ മാറട്ടെ എന്ന് വിചാരിച്ച് അത്രയും ഒരു ആഗ്രഹത്തിന്റെ പുറത്താണ് കേട്ടോ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നന്നായിട്ട് ജീവിക്കുക. ജീവിതത്തിൽ ഒരിക്കലും നമ്മൾ തോറ്റു കൊടുക്കരുത്. പിന്നെ ഇന്നുള്ള കാര്യങ്ങളൊക്കെ ഇന്ന് ചെയ്യാനായിട്ട് പരമാവധി ശ്രമിക്കുക. നമ്മുടെ ഇപ്പോഴത്തെ മൊമെന്റാണ് നമ്മൾ നോക്കേണ്ടതുള്ളൂ. പിന്നെ നമ്മൾ മറ്റൊരാളെ ചതിക്കാണ്ടും നോവിക്കാണ്ടും നോക്കാം. അത്രയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാനുള്ളതുള്ളൂ നമ്മൾ. അപ്പൊ ഇപ്പൊ ഹാപ്പി ആയിട്ടിരിക്കുക എല്ലാവരും. ഹാപ്പി. ഇപ്പതേ എന്റെ സുടുക്കൂട്ടനും ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. അതേ സുടുക്കൂട്ടൻ ഇങ്ങോട്ട് തിരിയണില്ല. അവൻ അവന്റേതായ ലോകത്തിരുന്ന് കളിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ ലൈവിലൊക്കെ കയറണം എന്നൊക്കെ വിചാരിച്ചു. എനിക്ക് സുടുക്കൂട്ടനെ കൊണ്ട് ഇരിക്കുമ്പോഴേ ഭയങ്കര ബുദ്ധിമുട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ ഇരുത്തിയിട്ട് എനിക്ക് ഒന്നിനും പറ്റണില്ല സത്യത്തിൽ. ഇന്നലെ ഞാൻ വൈകിട്ട് കയറിയിട്ട് എനിക്ക് പറ്റില്ല. എനിക്ക് നോക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു പെട്ടെന്ന് ഒരു ഇടി കിട്ടി. അപ്പൊ തന്നെ എന്റെ ബോധം പോയി സത്യത്തില്. അപ്പൊ എനിക്ക് അങ്ങനെ ഇരിക്കുമ്പോഴേ ഭയങ്കര ഒരു ധൈര്യക്കുറവും ഭയങ്കര ഒരു പേടി. അവനെന്തൊക്കെ ചെയ്യണേന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. അവനങ്ങനെ തൊട്ടപ്പുറത്ത് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മുടി അഴിച്ചിട്ടാലും കെട്ടിവെച്ചാലും ശരി അവന്റെ കൈ മുടിമിക്ക് തന്നെ പോകും. പിന്നെ അങ്ങനെ ഭയങ്കര ബലപ്പെടുത്താണ് നിങ്ങൾ മക്കൾക്ക്. അപ്പൊ നമുക്ക് പെട്ടെന്ന് പിടിക്കാനും കാര്യങ്ങളും ഒന്നിനും പറ്റില്ല. പിന്നെ ഭയങ്കര ഹൈപ്പർ കൂടുതലാണ് കേട്ടോ. നമുക്ക് അങ്ങോട്ട് ബലം പ്രയോഗിച്ചിട്ട് അങ്ങോട്ട് ഇരുത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. പിന്നെ എനിക്ക് ലൈവില് വരുമ്പോഴും അധികം നേരം ഒന്നും ഇരിക്കാനും പറ്റണില്ല. അരമണിക്കൂറിൽ കൂടുതലൊന്നും എനിക്ക് ഇരിക്കാൻ പറ്റില്ല കേട്ടോ സുടുക്കൂട്ടനെ കൊണ്ട്. നല്ലൊരു ഗുസ്തിയും നല്ലൊരു അങ്കപ്പാടും കഴിച്ചിട്ടാണ് ഞാൻ ലൈവിലായാലും വരണത്. അപ്പോൾ എന്നെ മാക്സിമം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തോളൂ. എന്റെ ചാനൽ സുടുക്കൂട്ടന്റെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. പിന്നെയും ഞാൻ പറയാണ്. അപ്പൊ എല്ലാവരും കാണാണ്ട് പോവരുത് കേട്ടോ.